ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോകളിൽ നോക്കി 1ഉം 2ഉം ഒക്കെ 3ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് ചെയ്യുക. ഇന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മാന്ത്രിക ആരോഗ്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോഗ്യം നേടിയെടുക്കേണ്ടത്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ആരോഗ്യമാണ്, അല്ലേ? ഇതിൽ ഏറ്റവും വേണ്ടപ്പെട്ടത് ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ ധനം ആരോഗ്യമാണ്. ആരോഗ്യമുള്ളവൻ സമ്പന്നനാണെന്നാണ് പറയുന്നത്. ആരോഗ്യമില്ലെങ്കിൽ നമ്മളൊന്നുമില്ല. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ആരോഗ്യം നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അതിനെ ഏറ്റവും അവഗണിക്കുന്നത് എന്താണ്? ആരോഗ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് ഓടി നടക്കുന്നു, ജോലിക്ക് പോകുന്നു, എല്ലാവരും തിരക്ക് പിടിച്ച് ഓടി നടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ വിലമതിക്കേണ്ടത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അസുഖം വന്ന് നമ്മളൊരു ദിവസമെങ്കിലും നമുക്കൊരു അസുഖം വന്ന് പോകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്, എനിക്കിത് മാത്രം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എണീറ്റാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ അസുഖം ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്ന ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്. അപ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ പൂർവികരൊക്കെ പറയാറുണ്ട്, ചുമരുണ്ടെങ്കിൽ എഴുതാൻ കഴിയുന്നൊരു ചെറിയൊരു പഴമൊഴിയൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ ചുമരുണ്ടെങ്കിൽ എഴുതാൻ കഴിയുന്നത്? അതായത് ചുമരുണ്ടെങ്കിലാണ് നമുക്ക് എഴുതാൻ കഴിയുമെന്ന് പറയുന്നത്. ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും അസുഖങ്ങളായിട്ട് കിടക്കുക, അതുവരെ നമുക്ക് ആരോഗ്യമുള്ളവൻ സമ്പന്നനാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല, നമ്മളതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് 2 ദിവസം കുറച്ച് ദിവസം വയ്യാണ്ടാവുമ്പോൾ നമുക്ക് ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലേ? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എണീറ്റ് എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇവിടെ നിന്ന് എണീറ്റ് നടന്നാൽ മാത്രം മതി എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ നമ്മൾ ആ നിമിഷം വേറെ ഒന്നും ചിന്തിക്കാറില്ല. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇപ്പം എന്താണ്? പെട്ടെന്ന് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കണം, എനിക്കിവിടെ നിന്ന് എണീക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായി. ഇപ്പോൾ ആ നിമിഷം വരെ നമ്മൾ നമ്മളെക്കുറിച്ച് ശ്രദ്ധിക്കാനോ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. പണ്ട് കാലത്ത് പണ്ടത്തെ നമ്മുടെ പൂർവികരൊക്കെ കാലാകാലങ്ങളിൽ ഓരോ സമയങ്ങളിൽ അവർ ആരോഗ്യത്തിന് വേണ്ടി, അവർ ശരീരത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇന്ന് അതൊക്കെ എല്ലാവരും വിട്ടുപോയി. അതായത് ഇപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ ശരീരത്തിന് വേണ്ടി ഓരോ 11 മാസത്തിൽ നമ്മുടെ ശരീരം പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്. ആ ശരീരത്തിന് വേണ്ടതെല്ലാം എല്ലാ കർക്കിടക മാസത്തിലും പല മരുന്നുകളായിട്ട് നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാമെന്നല്ലാതെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, മനസ്സിൻ്റെ ആരോഗ്യത്തിനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ വിട്ടുപോയി. സമയമില്ല നമുക്ക്. അപ്പോൾ ഇന്ന് അതൊക്കെ പോയി. പക്ഷെ നമ്മൾ ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്നെങ്കിലും ഒരു അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം ഷെയർ ചെയ്യണം. എനിക്കിതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അസുഖം ബാധിച്ച് ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കിടപ്പിലായൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളോടത് ഷെയർ ചെയ്യുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് കേൾക്കുക. അതായത് എനിക്ക് പറയേണ്ടത് വന്നത് ഈ ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ അത്രയും ആഴത്തിൽ വയ്യാതെ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡ് മരണശേഷം ഞാൻ പെട്ടെന്ന് എനിക്ക് കുറേ അസുഖങ്ങൾ, നമ്മുടെ സ്ട്രെസ്സും 90% അസുഖങ്ങളും സ്ട്രെസ് മാനേജ്മെൻറ്റും നമ്മുടെ മനസ്സിലത്തെ പിരിമുറുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കും ആ രീതിയിൽ വന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് വയ്യാതായപ്പോൾ തുടങ്ങി ഞാൻ കുറേ ടെൻഷനിലായിരുന്നു. എനിക്കൊന്നും ആ രീതിയിൽ വന്ന അസുഖങ്ങളാണ്. അപ്പോൾ അതിൽ വന്നത് ആദ്യം അദ്ദേഹം മരിച്ച് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു കണ്ണിൻ്റെ അടിച്ചു പോയി എന്നുള്ളതാണ്. ടെൻഷൻ, ഡിപ്രഷനൊക്കെ കൂടിയിട്ട് ആ കണ്ണ് വലിയ ഓപ്പറേഷൻ ചെയ്തു. അരവിന്ദയിൽ പോയി, കോയമ്പത്തൂർ അരവിന്ദയിൽ ഓപ്പറേഷനൊക്കെ ചെയ്ത് അത് നമുക്ക് കാഴ്ച കുറച്ചൊക്കെ തിരിച്ച് കിട്ടി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കണ്ടാലും അറിയാം, എൻ്റെ കണ്ണിനൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു കണ്ണിന്. അത് ഓവർകം ചെയ്തു വന്നു. അടുത്തതായിട്ട് എനിക്ക് കിട്ടിയൊരു തിരിച്ചടി, ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് എൻ്റെ നട്ടെല്ലിന് വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരിക്കലും ഇനി എണീറ്റ് നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്. അപ്പോൾ അമല ഹോസ്പിറ്റലായിരുന്നു എനിക്ക് വലിയ ഓപ്പറേഷൻ. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ പറ്റില്ല, ഇവിടുന്ന് പോകണം, കോഴിക്കോട് കൊണ്ടുപോകണം, അവിടെ പോയിട്ട് വേണം ചെയ്യാനായിട്ട്. ചെയ്താലും കമ്പിയൊക്കെ ഇടണം, നടക്കാൻ പറ്റുന്നുള്ളൊരു യാതൊരു വക അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എവിടെയോ എന്തോ എനിക്കൊരു സ്പാർക്ക് ഉണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്. അത് എൻ്റെ ഉള്ളിൽ ഞാൻ പല കാര്യങ്ങളിലും പേടിയൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വേണം, അല്ലാതെ കടിക്കില്ല. അപ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹസ്ബൻഡ് മരിച്ചു, അവർക്ക് അച്ഛനില്ല, ഇനി ഞാനും കൂടി ഇല്ലാണ്ടായുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ കിടപ്പിലായുള്ളൊരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരേ ഒരു ആഗ്രഹം മാത്രം, എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് എണീക്കണം. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു പോയി, കോഴിക്കോട്ടേക്ക് എനിക്ക് ലിസ്റ്റ് തരും, അപ്പോൾ അതിന് പോകാനുള്ളൊരു തയ്യാറെടുപ്പിൽ വേണം,
ഞാൻ എനിക്ക് കിടന്നിട്ട് ഭക്ഷണമൊക്കെ വാരി തന്നതാണ് എൻ്റെ മക്കൾ. അങ്ങനെയൊക്കെയാണ് എന്നെ നോക്കിയത്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ഓപ്പറേഷൻ, അപ്പോൾ ഞാൻ നേരം വെളുക്കുമ്പോൾ രാവിലെ ഡോക്ടർ വരണതിന് മുന്നേ തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ എല്ലാ വേദനകളും തണ്ടലിൻ്റെ അത്രയും ആ എല്ല് വിട്ടു പോന്നു, അതിന് അത് ദ്രവിച്ചൊരു പരിവായി ആ രീതിയിലാണ്. അപ്പോൾ എനിക്ക് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എണീറ്റ് കട്ടിലിൻ്റെ 4 ഭാഗത്തും പതിയെ നടന്ന് കാണിച്ചു ഡോക്ടറെ. കാരണം എനിക്ക് പറ്റില്ല ഇനി കോഴിക്കോട് പോകാൻ. കാരണം സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ വീട് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ പൈസയും അതുമേ കയറ്റി കഴിഞ്ഞ ഒരു സമയത്തിലാണ്, കുട്ടികൾ പഠിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഈ ഒരു തിരിച്ചടി കിട്ടിയത്. അത് മുന്നേ വന്നിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റും നമ്മുടെ ശരീരത്തിലെ കെമിക്കലൊക്കെ വന്ന് കൂടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കാം, നമുക്കിവിടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഓപ്പറേഷൻ ചെയ്ത് അമലയിൽ തന്നെ ഓപ്പറേഷൻ ചെയ്തു. എന്നെ എടുത്താണ് വീട്ടിലേക്ക് കൊണ്ട് കട്ടുമ്മൊക്കെ എടുത്തിയത്. ആ ഒരു അവസ്ഥയിൽ നിന്നും പിന്നെ കിടന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കിടന്നുകൊണ്ടാണ് സാധിച്ചിരുന്നത്. എന്നെ കട്ടിലുമ്പോൾ തന്നെ എല്ലാതും പിന്നെ ഇരിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ വാരി തന്നുകൊണ്ടാണ്, കിടന്നുകൊണ്ട് എനിക്ക് മക്കൾ വാരി തന്നിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ കിടക്കുമ്പോഴെനിക്ക് അതായത് നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ, ഞാൻ പറഞ്ഞു വന്നത് ഒരു അസുഖം വരുമ്പോഴും നമ്മളെക്കുറിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എണീക്കണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടാവുള്ളൂ മനസ്സിൽ. ഞാനത് തീവ്രമായി ആഗ്രഹിച്ചു, എനിക്കതെൻ്റെ അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ പതിയെ ഇങ്ങനെ എപ്പോഴും എണീക്കണത് നടക്കണത് സ്വപ്നത്തിൽ കണ്ടു. എനിക്ക് നടക്കണം, എനിക്ക് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യണം, അവരൊരു കരയ്ക്ക് എത്തിക്കണം എന്നുള്ളൊരു വാശി, ആ തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ ചെമ്പരമൊക്കെ പിടിച്ച് നടന്നിട്ടാണ് ഞാൻ പതിയെ എണീക്കാൻ തുടങ്ങിയത്. മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് എണീക്കാൻ തുടങ്ങിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, എനിക്ക് പതിയെ നടന്ന് കുട്ടികൾ നമ്മൾ ചെറുപ്പത്തിൽ പിച്ച വെച്ച പോലെ തന്നെ ഞാൻ വീണ്ടും രണ്ടാമത് അത്രയും പ്രായത്തിലൊരു പിച്ച വെച്ച് നടക്കേണ്ടി വന്നു. അങ്ങനെ വടി പിടിച്ചിട്ട് പോലും ഞാൻ നടന്നിട്ടുണ്ട്. വടിയുടെ സഹായത്തോടു കൂടി ഞാൻ നടന്നിട്ടുണ്ട്. അപ്പം അത്രയും ആരോഗ്യപരമായ അത്രയും ഇതിൽ വന്ന ഞാനാണ്. ഇന്ന് എവിടെ വേണമെങ്കിലും പോകാനും എന്ത് ചെയ്യാനും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതെൻ്റെ പിന്നെ അതുകൂടാണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്, എൻ്റെ നന്ദി. നമ്മളിങ്ങനെ നന്ദി പറയുന്നത് അന്ന് ഞാൻ ദൈവത്തിനോടാണ്. ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് എണീക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്രാർത്ഥന കേട്ടു. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് ഞാൻ അന്ന് ക്ലാസ്സുകൾ കിട്ടിയിട്ടൊന്നുമല്ല നമ്മളത് ചെയ്തത്, അതങ്ങനെ ചെയ്തു പോകുന്നു. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഷെയർ ചെയ്തൊന്നും മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ പറയും, നമുക്ക് വയ്യാതെ ആവുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ടത് ആരോഗ്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാനത് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കതിൻ്റെ ആഴം കൃത്യമായിട്ട് മനസ്സിലായത് പറഞ്ഞപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ആരോഗ്യത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ സമ്മാനമാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊരു ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആരോഗ്യത്തിന് നമ്മുടെ നല്ല ആരോഗ്യത്തിന് നമ്മൾ നന്ദിയുള്ളവന് അത് കൂടുതലായി തന്നെ ലഭിക്കും. എനിക്കത് കൂടുതലായി തന്നെ ലഭിച്ചു. നന്നേ മുതൽ എൻ്റെ ആരോഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ആ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ശരീരത്തിലെ മുറിവുകളും വേദനകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ കലകളും മറുകുകളും ഒക്കെ മാന്ത്രികമായിട്ട് മാറാൻ തുടങ്ങും, മാഞ്ഞു പോകും. നല്ല ചുറുചുറുക്കും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് തിരിച്ചു വന്നു, എനിക്ക് തിരിച്ച് കിട്ടിയതാണ്. അതിനുശേഷമാണ് ഞാൻ മക്കളിപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ നല്ല ഇതിലായി, അവരെ വിവാഹമായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്താൻ കഴിഞ്ഞത് ഞാൻ ഈ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിനെ മാറ്റി. ക്ലാസ്സുകൾ കിട്ടിയിട്ടല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൃതജ്ഞത എന്ന് പറയുന്നൊരു വാക്സിൻ പോലെയാണ്, ഒരു മറുമരുന്ന്, ഒരു ആൻറ്റിസെപ്റ്റിക്കായിട്ട് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ദൈനംദിന ഈ പരിശീലനം ചെയ്യുമ്പോൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കാഴ്ചശക്തി, കേൾവിശക്തി, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഇതുകളൊക്കെ നമുക്ക് പൊടുന്നതിന് തന്നെ മാറ്റം സംഭവിക്കും, നമുക്ക് കാണാം. എല്ലാം മെച്ചപ്പെടുന്നു കാണും. അപ്പോൾ ആരോഗ്യത്തിൽ നിങ്ങൾ എത്രമാത്രം കൃതജ്ഞത ഉള്ളവരാണ് അത്രമാത്രം നിങ്ങളുടെ ആരോഗ്യം മാന്ത്രികമായിട്ട് വർദ്ധിച്ചു വരും. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു 90% അസുഖങ്ങളും നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. ഇതൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൃതജ്ഞത പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ദീർഘകാലം ജീവിച്ചിരിക്കാനും അവരുടെ ജീവിതത്തിൽ ചെറുപ്പമായി നല്ല ആരോഗ്യത്തോടും ചുറുചുറുക്കോടും സന്തോഷത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ കഴിയുന്നതായിട്ട് ഗവേഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ആരോഗ്യത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ജീവൻ എന്ന് നിങ്ങളൊരു ഇതിലെഴുതി വയ്ക്കുക, ഒരു ചാർട്ടിൽ എഴുതി വയ്ക്കുക, അതെല്ലായിടത്തും കാണുന്ന രീതിയിൽ ഒട്ടിച്ച് വയ്ക്കുക. അതാണ് ഒന്നാമത് ഘടന. നമ്മളെപ്പോൾ കാണുമ്പോഴും 2-3 സ്ഥലത്തായിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ കാണുമ്പോഴൊക്കെ അതിന് നന്ദി പറയും, നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയും. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. പിന്നെ അത് കൂടാതെ നമ്മൾ പതിയെ കണ്ണുകൾ അടച്ച് റിലാക്സ് ആയിട്ടിരുന്നിട്ട് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ ഓരോ അവയവങ്ങളെക്കുറിച്ചും നമ്മൾ നോക്കുക. നമ്മുടെ കാലുകളെക്കുറിച്ച് ശ്രദ്ധിക്കുക, കാൽവിരലുകളെ, നമ്മുടെ ഭൂമിയിൽ ഈ നമ്മുടെ എല്ലാ ഭാരങ്ങളും താങ്ങിക്കൊണ്ട് നമ്മളവിടെ താങ്ങി നിർത്തുന്ന നമ്മുടെ കാലുകളാണ്. ആ കാലുകൾക്ക് നന്ദി പറയാം. അതേപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് നമുക്ക് എല്ലാ സൗന്ദര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്, അതിന് നന്ദി പറയാം.
നമ്മുടെ കൈകളുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ. നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ഭക്ഷണം കഴിക്കുന്നതും എഴുതുന്നതും വായിക്കും ഒക്കെ നമ്മുടെ കൈകൾ കൊണ്ടാണ്. അപ്പോൾ ആ കൈകൾക്ക് നന്ദി പറയുക, കാലുകൾക്ക് നന്ദി പറയുക. നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും, ഓരോ അവയവങ്ങൾക്കും നമുക്ക് മണം രുചിച്ചറിയാനും സംസാരിക്കാനും കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുവന്ന നമ്മുടെ ശുദ്ധീകരണ അവയവങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി പറയും. നമ്മുടെ തലച്ചോറിന് നമ്മൾ ഒരുപാട് നന്ദി പറയണം. നമ്മുടെ എല്ലാ രീതിയിലും, അതായത് നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ തലച്ചോറാണ് അല്ലേ. സെക്കൻഡിൽ 10 ലക്ഷത്തിലേറെ സന്ദേശങ്ങളാണ് നമ്മുടെ തലച്ചോറ് ഇന്ദ്രിയങ്ങൾ വഴി കൈകാര്യം ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ കോടിക്കണക്കിന് കോശങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും നമ്മൾ നന്ദി പറയും. അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയും. നമ്മുടെ ഹൃദയം എന്തെല്ലാം കാര്യങ്ങൾ ഹൃദയത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓരോന്നും ആലോചിച്ച് നിങ്ങൾ നന്ദി പറയാം. ഇതാണ് ഇതിൽ ചെയ്യേണ്ട പ്രോസസ്സ്. ഒന്നാമത്തത് നമ്മൾ കാർഡിൽ എഴുതി വയ്ക്കുക, ആരോഗ്യത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത് എന്ന് എഴുതി വയ്ക്കുക. രണ്ടാമത് നമ്മൾ നമ്മുടെ ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയും. ഈ 2 കാര്യങ്ങളാണ് നമ്മളിതിൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും എഴുതി വെച്ചുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ ഒരു വല്ലാത്തൊരു, നിങ്ങൾക്ക് എന്തൊരുവിധ അസുഖങ്ങളും നമുക്ക് തനിയെ മാറിപ്പോകണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റും. ഈ മാജിക്ക്, ഒരു മാന്ത്രികത പോലെ നമ്മുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞത് അതേപോലെ തന്നെ രാവിലെ 10 കാര്യങ്ങൾക്ക് നന്ദി എഴുതുക. രാത്രി നമ്മൾ ഈ റോക്ക് എടുത്തിട്ട്, മാജിക് റോക്കറ്റ് എടുത്തിട്ട് അതിനും ആ റോക്ക് എടുത്തിട്ട് നന്ദി പറയും. അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടി ഒക്കെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ഇടണം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ വാട്സപ്പ് ക്ലാസ്സുകളുണ്ട്. എല്ലാ മാസവും ഒരു 30 ദിവസത്തെ ക്ലാസ് ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്മകളും സന്തോഷവും ആരോഗ്യമൊക്കെ നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്.